കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം എന്നുള്ള ശാസ്ത്രം നമ്മളുടെ ഋഷീശ്വരന്മാരിലെ തിലകക്കുറിയായിട്ട് നിൽക്കുന്ന വേദവ്യാസ മഹർഷിയുടെ വലിയൊരു ചാരിറ്റിയാണ് യഥാർത്ഥത്തിൽ. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ചാരിറ്റി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ മൂവ്മെന്റിനെ യാതൊരു രീതിയിലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടില്ല ശരിക്കും, അല്ലെ? പഴയ വിഷയങ്ങൾക്ക് ഇന്ന് ഭാരതരത്നയും പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ എത്ര മാറ്റങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ സാഹചര്യമുള്ളതായിട്ടുള്ള ഈ സ്പിരിച്വൽ നോളജിന് ഉള്ള മഹാത്മാക്കളെ നമ്മൾ എത്ര കണ്ട് ആദരിക്കണം. അവരെ അല്ലേ ആദരിക്കേണ്ടത്, അല്ലെ? ആ വേദവ്യാസ മഹർഷിയുടെ മഹത്വമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഭാരതത്തെ ഇതുപോലെ ഉള്ള ഒരു പൈതൃക രത്നമായിക്കൊണ്ട് ശോഭിക്കുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെ നമുക്കുണ്ടെങ്കിലും അതിനെയൊക്കെ കണ്ടെടുത്ത് നമ്മളെ കാണിച്ചു തരുന്ന ആചാര്യനല്ലേ യഥാർത്ഥത്തില്. അവരല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ദുഃഖങ്ങളെയൊക്കെ ശാന്തി ഉണ്ടാവുവാൻ വേണ്ടി, സമാധാനം ഉണ്ടാവുവാൻ വേണ്ടിയിട്ട് ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് കൊടുക്കേണ്ടത് അവിടെയല്ലേ ശരിക്കും. അപ്പൊ ഇന്നലെ നമുക്കറിയാം, നിര്യാതനായിട്ടുള്ള കണ്ഠമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 75-80 കാലഘട്ടത്തിൽ ഭാഗവതം മുഴുവൻ പൂർണ്ണമായിട്ടും ബൈഹാർട്ട് ചെയ്ത 2 വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളൂ. വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, അതുപോലെ ഈ കണ്ഠമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി അന്ന് പറയാറുണ്ടായിരുന്നു. അവര് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര പ്രചാരം പോലും ഇല്ല. അപ്പൊ അത്ര കണ്ട് സാധനയോടുകൂടി ഭാഗവതത്തെയൊക്കെ ഉപാസിച്ചതായിട്ടുള്ള മഹത് വ്യക്തികളെയൊക്കെ ഒന്ന് ഒരു നല്ലൊരു സ്ഥാനം കൊടുക്കുവാൻ നമ്മളുടെ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്ര കണ്ട് അതിന് ഇതിന്റെ ഒരു പ്രാധാന്യം മറ്റേതെങ്കിലും ഒരു വിഷയങ്ങൾക്കുണ്ടോ? എന്തിനാ ഈ കലാ സാഹിത്യത്തിനൊക്കെ ഈ അവാർഡ് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ കലയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ ലക്ഷ്യം എന്താണ്? അവിടുത്തെ ഒരു നല്ലൊരു സംസ്കാരത്തിലേക്ക് എത്തുക, അല്ലെ? കലകളിലൂടെ കഥകള് കാണിച്ചു, കഥകളി, അതുപോലെ ഭരതനാട്യം, മോഹിനിയാട്ടം, ഇതൊക്കെ ആ കലകളിലൂടെ യഥാർത്ഥത്തിലെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരം അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇതുകൊണ്ടാണ് അവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നത്. സാഹിത്യത്തിന് എന്തുകൊണ്ടാണ്? സാഹിത്യം അതുകൊണ്ട് നല്ലൊരു പങ്കുണ്ട്. സാഹിത്യങ്ങൾക്ക്, വായനകൾക്ക് നല്ലൊരു പങ്കുണ്ട് ആ പ്രപഞ്ചത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് സാഹിത്യത്തിന് അവിടെ പുരസ്കാരം. നമ്മളുടെ ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ധാരാളം ശാസ്ത്രങ്ങള് മനസ്സിലാക്കിയിട്ടുള്ള ആചാര്യന്മാരായിട്ട് എത്രയോ ആളുകള്, എത്ര ആളുകള് അവർക്ക് ഒരു സ്ഥാനം കൊടുത്ത് അതിന് ഇത്രയും ഒരു സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് തന്നെ സംശയം. നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ഈ ലോകം പോലും അറിയാതെ പോയില്ലേ അവരൊക്കെ? കണ്ഠമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന് പറഞ്ഞ് നമുക്ക് ധാരാളം സ്ഥലത്ത് ഒരു സപ്താഹ ആചാര്യൻ എന്നുള്ളൊരു നിലയിലൊന്നും അദ്ദേഹത്തെ കണ്ടാൽ പോരാ. നാരായണീയത്തിനും ഭാഗവതത്തിനും ഇത്ര കണ്ട് ഒരു പ്രചാരവും ഇത്ര കണ്ട് ഒരു പ്രാവീണ്യവും കൊടുത്ത ഒരു മഹാത്മാവ് വേറെയില്ല. അങ്ങനെയുള്ള എത്ര മഹാത്മാക്കള് ലോകത്തിന്റെ നാനാതുറകളില് ഇരിക്കുന്നു. പിന്നെ ഇവരൊന്നും മുമ്പോട്ട് വരാത്തത്? അവർക്കും താല്പര്യമില്ല. അതാണ് അവരുടെ മഹത്വം. ഇങ്ങനെയുള്ള പേരുകളിലോ പ്രശസ്തികളിലോ ജനസമ്മതത്തിനോ ഒന്നും സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഭാഗവതോത്തമന്മാരാണെങ്കിൽ അവരൊരിക്കലും ആഗ്രഹിക്കുകയില്ല. അവര് ഭ്രമിക്കുകയുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പേര് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും അവര് ആരോടും പറയാറ് പോലുമില്ല. അതാണ് മഹാത്മ്യം. പക്ഷെ ജനം അങ്ങനെയല്ല. നമുക്ക് ഈ ഭാഗവതത്തിന്റെ ഒരു പ്രസക്തി പുറത്തേക്ക് എത്തണം. ശരിക്കും അതിനും ആദരിക്കണം. അതിവിടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ശരിക്കും. ഇങ്ങനെയുള്ള ഒരു പഠനങ്ങള് നമ്മളുടെ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ എത്ര
ശാന്തിയും സമാധാനവും നമുക്ക് ഭാരതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ഈ ലോകത്ത് നമുക്ക് കൊണ്ടുവരാൻ എത്ര ഋഷീശ്വരന്മാര് എത്ര ശാസ്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. സ്കൂളിൽ ഒരു പാഠ്യവിഷയമായിട്ട് മാറ്റുക വേണ്ട. ആ കേരള പാഠാവലിയിലെ മലയാളത്തിലെ ഒരു പാഠം, ഒരു ഭാഗവതത്തിലെ ഒരു കഥ അല്ലെങ്കിൽ രാമായണത്തിലെ ഒരു കഥ, ആ കഥയിലൂടെ ജനങ്ങളിലേക്ക് പഞ്ചതന്ത്രം കഥകളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ തത്വങ്ങളെ ആ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാവാം. അത് തന്നെ. അല്ലെങ്കിലോ ഇനി ഇങ്ങനെയുള്ള ഈ മഹാത്മാക്കളെ ഒന്ന് പുറത്തേക്ക് കൊണ്ട് ഇന്ന് സപ്താഹത്തിന് അല്ലെങ്കിൽ ഭാഗവതത്തിന് സത്രം എന്നും പറഞ്ഞുകൊണ്ട് പല രീതിയിലൊക്കെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായിട്ട് നമ്മളുടെ സർക്കാർ അതിനെ വീണ്ടെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ശരിക്കും നമ്മള് മുകളിൽ ഇരിക്കുന്നിടത്തേക്ക് ഇത് എത്തിക്കണം. നമ്മളിവിടെ വെറുതെ ഈ ഒരു ദശമസ്കന്ധം പറയുന്ന ഇടയ്ക്ക് ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സത്യത്തിൽ അതിൻ്റെതായിട്ടുള്ള അവസരങ്ങളിൽ പറയാൻ സാധിക്കുക. നമുക്ക് ഒന്നുമില്ലെങ്കിലും ഇവിടെ ഇപ്പൊ പറയാൻ കാരണം നമ്മളുടെ ഭാഗവത കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും അതിന്റെ മഹത്വം മനസ്സിലാക്കണം എന്നർത്ഥം. ആ ശാസ്ത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അത് എന്നെങ്കിലും ആരെങ്കിലും നമുക്കറിവുള്ളവര് ഒരു ഔദ്യോഗിക പദവിയിലേക്ക് എത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ അറിയിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ആചാര്യന്മാരെ കണ്ട് മനസ്സിലാക്കി അതിനുള്ള ഒരു ജനങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളൊരു ഓർത്തപ്പോ എന്ന് പറഞ്ഞു. ആ കണ്ടമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനോട് ചേർന്നിപ്പോ നിൽപ്പുണ്ട് അവിടെ. അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹം എന്നും ഈ ഭാഗവത കുടുംബത്തിലൊക്കെ ഉണ്ടാവട്ടെ. ജനങ്ങളെ മുഴുവൻ പലരെയും അറിയട്ടെ. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയൊക്കെ ഇന്ന് ഗണപതി ക്ഷേത്രത്തിന്റെ ഉയർച്ച കൊണ്ട് കുറച്ചു പേർ അറിഞ്ഞോണ്ട് സംശയം. എങ്കിലും ഇന്നും അറിയാത്തവർ എത്രയോ ആളുകൾ. അപ്പം അത് പോരാ. അതിനും നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ ഒരു പ്രാധാന്യം അതിനൂടെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൂയിസൈഡും അതുപോലെ തന്നെ ദാമ്പത്യ കലഹങ്ങളും ഡൈവേഴ്സും ഇതൊക്കെ കുറയും, യാതൊരു സംശയവുമില്ല. അവരെ മുമ്പോട്ട് നിർത്തിക്കൊണ്ട് ഇതിപ്പം അതിന് പകരം എന്താണ്, സാധുക്കളെ ഉപദ്രവിക്കലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്നത്. നാമം ജപിക്കാനും പറ്റില്ല, സാധുക്കളെ ഉപദ്രവിക്കുക. സാധുക്കളെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക പറഞ്ഞാൽ ഇതിൽ പരം ഒരു ദുഃഖം ആ രാഷ്ട്രത്തിന് ഇരിക്കുകയല്ല. അത്ര കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം വിട്ട് ലൗകികമായിട്ടുള്ള എല്ലാ ജീവിതവും വിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ജപിച്ചുകൊണ്ട് നടക്കുന്ന സാധുക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാല് എന്തായാലും നമുക്കൊക്കെ അതിനൊരു സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പറയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിതാ നമ്മളുടെ ഈ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ എവിടെയാണ് ഇന്നലെ പറഞ്ഞത്? കഥം വാക്കതി വാക്കതേതി വിസ്താരയൻ ക്രീഡസി യോഗമായം. ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ്. യാതൊരു സംശയമില്ല. അതുകൊണ്ട് കഥം വാക്കതി വാക്കതേതി വിസ്താരയൻ ക്രീഡസി യോഗമായം. ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ ഈ യോഗമായയെ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ പരിഭ്രമിപ്പിക്കുന്ന രീതിയിലല്ലേ ഓരോരോ ലീലകൾ അങ്ങ് നടത്തുന്നത്. അതുകൊണ്ട് അങ്ങ് എപ്പോഴാണ് എത്രയാണ് എന്നൊന്നും ഈ ത്രൈലോക്യങ്ങളിലുള്ള ഒരു മനുഷ്യനും അങ്ങയുടെ ലീലയെ കുറിച്ച് സ്ഥാപിച്ചു പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? ഈ ജാഗ്രതയിലുള്ള ഒരു സ്വപ്നമാണ്, ഇതൊക്കെ മായികമാണ്, ഇതൊക്കെ മിഥ്യയാണ് എന്ന സത്യത്തെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ത്വയൈവ നിത്യ സുഖബോധതനാവനന്തേ മായാത ഉദ്യതപിയൽ സതിവാവഭാതി. അവിടെ 22ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. അതുകൊണ്ട് നിത്യാനന്ദമയവും അതുപോലെ സുഖബോധതനാവനന്തേ, അതായത് ജ്ഞാനാത്മകവുമായിട്ടുള്ള ആ സ്വരൂപത്തോട് കൂടിയിട്ടുള്ള അങ്ങേ ആശ്രയിച്ചതുകൊണ്ട് സത്യമെന്ന പ്രതീതിക്കത ഇവിടെ ഒരു മൂർത്തി കൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു. സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഈ ചോറുരുളയും കൊമ്പും ചൂരിലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉണ്ണിയാണ് എന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. കാരണം എന്താണ്? എനിക്ക് നേരെ കാണിച്ചു തന്നാലേ അങ്ങല്ലേ ഗോപന്മാരെയും പശുക്കളെയും ഇപ്പോഴും അത് രണ്ടും അപ്പുറം നിൽക്കും. ആ ഒരു മായ കാണിച്ചു തന്ന ഉണ്ണിയാണ്. പരബ്രഹ്മമായിട്ടുള്ള അങ്ങാണ് എങ്കിൽ ഈ വിശ്വം മായികമാണ്, അല്ലെ? ഈ വിശ്വത്തിന്റെ സ്വപ്നത്തിൽ കാണുന്നതായിട്ടുള്ള
എന്തും നമ്മൾക്ക് അത് യാഥാർത്ഥ്യമല്ല എന്ന് നമ്മൾ ഉറപ്പിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ വലിയൊരു സ്വപ്നമാണ്, ജാഗ്രതയിലുള്ള ഒരു സ്വപ്നമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. അല്ലാതെ ഇതിൽ നിന്നും എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ആ ജ്ഞാന സ്വരൂപനായിട്ടുള്ള ജ്ഞാന സ്വരൂപത്വം, പിന്നെയോ നിത്യമയാനന്ദത്വം, ഇങ്ങനെയുള്ള അതിലെ സത്യത്തിന്റെ ആ ഒരു പ്രതീതി ഉളവാക്കുന്നതായിട്ടുള്ള ആ പരബ്രഹ്മ സ്വരൂപം, ആ ഈശ്വരന്റെ ഒരു ഏകദേശ സ്വഭാവം എന്താണ്? ഏകൻ. ആ ഏകൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? നമ്മൾ ഇന്ന് നമ്മളുടെ ഈ ഒരു കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും ഒക്കെ പ്രപഞ്ചത്തിലെ മായയാണ്. ഇതിന്റെ പുറകിൽ അല്ലെ, ഇതിനെ, ഈ മായയെ പിന്നെ നമ്മളെ കാണിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഊർജം എന്താണോ അതാണ് എന്നും സത്യമായിട്ട് നിലനിൽക്കുന്ന ആ പരംജ്യോതി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഗുരുവായൂരപ്പ. ഏകസ്ത്വമാത്മാ പുരുഷ പുരാണ സത്യസ്വയം ജ്യോതിരനന്ദ ആദ്യ നിത്യോക്ഷതോജസ്രസുഖോ നിരഞ്ജന പൂർണോദ്വയോ മുക്ത ഉപാധിതോ മൃത. ഏകസ്ത്വം ആത്മാ പുരുഷപുരാണ. അങ്ങെന്താണ്? അങ്ങ് ഏകനാണ്. ഏകം സൽ വിപ്ര ബഹുധാ വദന്തി എന്ന് പറഞ്ഞാലോ അദ്വിതീയനാണ്. യാതൊരുവിധ ദ്വിതീയം എന്നുള്ള ഒരു ഭേദബുദ്ധി അങ്ങേക്കില്ല. അങ്ങ് ഭക്തന്മാരെ അതുകൊണ്ടാണ് ഭക്തന്മാര് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നത്. ഗുണം ഞാനാണ്, അഗുണം ഞാനാണ്, സത്യ ഞാനാണ്, അസത്യ ഞാനാണ്. നമുക്ക് എത്രയോ വേർതിരിവുകളല്ലേ? ശത്രുക്കള്, മിത്രങ്ങള്, അല്ലെ, ഇഷ്ടമല്ലാത്തവര്, കണ്ണ് കണ്ടുകൂടാത്തവര്, കേട്ടുകൂടാത്തവര്, എത്ര 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 വിഭാഗീയതയാണ് നമ്മളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളും ഭഗവാനുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ പ്രപഞ്ചോൽപത്തിക്കും എത്രയോ മുമ്പുള്ളതായിരുന്നു ആര്? ഗുരുവായൂരപ്പൻ. കാരണം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ആരാണ്? ഗുരുവായൂരപ്പനാണ് എങ്കിൽ അതിനൊക്കെ എത്രയോ മുമ്പേ ഉള്ളതാണ്. സത്യസ്വയം ജ്യോതിരനന്ദ ആദ്യ. അങ്ങനെ സത്യസ്വരൂപനും സ്വയം പ്രകാശിക്കുന്നവനും, സ്വരാട്ട് എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ സ്വയം ജ്യോതി പ്രകാശിക്കുന്നവനും, പിന്നെയോ ആദ്യനുമാണ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ആളാണ്. പിന്നെയോ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജന പൂർണോദ്വയോ മുക്ത ഉപാധിതോ മൃത. അപ്പൊ അവിടെ കാലം, ദേശം, ഇങ്ങനെയുള്ള പരിധികൾക്കൊക്കെ വിധേയനല്ലാത്തതായിട്ടുള്ള ആളാണ് ഭഗവാൻ. കാലം അദ്ദേഹത്തിന് പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് രൂപമില്ല, ആകൃതി ഒന്നുമില്ല. ഈ കാലത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? കാലത്തെ ഉണ്ടാക്കിയത് ആരാണ്? കാലത്തെ ഉണ്ടാക്കിയത് ഈശ്വരനാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങനെ നിർമ്മലനും പൂർണോദ്വയം, പൂർണ്ണനും അദ്വിതീയനും, പിന്നെയോ നമ്മളുടെ ഈ നമ്മുടെ ദേഹത്തുള്ള ഇന്ദ്രിയങ്ങളുടെ ഉപാധികളിൽ നിന്നും ഒക്കെ മുക്തനായിട്ടുള്ള, അതാണല്ലോ നമ്മുടെ ഉള്ളിലുള്ള ബോധസ്വരൂപൻ. ബോധസ്വരൂപനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ പൊട്ടബുദ്ധിയൊന്നും ബാധിക്കില്ല അവിടെ. അയാൾ എന്താ ചെയ്യട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയും. നമ്മളുടെ ബുദ്ധി നമ്മൾ പ്രയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധസ്വരൂപൻ അവിടുന്ന് പോകും. അയാളോട് എനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. മറ്റേത് അങ്ങനെ അല്ലെങ്കിലോ, ഈ ബുദ്ധി എന്ത് ചെയ്യണം? ബുദ്ധി ആ ബോധസ്വരൂപന്റെ ആ താഴെ അങ്ങനെ നിൽക്കണം. അപ്പൊ തന്നെ ജയിച്ചോളൂ ഓരോന്നും. അങ്ങനെയാകുമ്പോ എന്താ, നേർ വഴിയിലൂടെ ഭഗവാൻ അത് നയിച്ചു കൊണ്ടുപോകില്ലേ ഗുരുവായൂരപ്പ. അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ മുക്തനായിട്ട് നിൽക്കുന്ന അങ്ങ് വേറൊരു സാക്ഷിയായിട്ട് നിൽക്കുകയാണ് അങ്ങ്. അങ്ങനെയുള്ള ആ ഒരു അമൃതത്വം എന്ന അവസ്ഥയില് പൂർണോദ്വയോ മുക്ത ഉപാധിതോ അമൃത, അമൃതം. അപ്പം അമൃതത്വം എന്നുള്ള ആ ഒരു അവസ്ഥയില് ഉള്ളയാളാണ് ഹേ ഗുരുവായൂരപ്പ അവിടുന്ന്. അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ദൃശ്യമായിട്ടുള്ളത് എല്ലാം എന്താണ്? അസത്യമാണ്. എന്നാലോ ദ്രഷ്ടാവ് ആരാണ്? സത്യമാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്നതുള്ള, നമ്മൾ ഇന്ന് കാണുന്നതായിട്ടുള്ള, നമ്മളുടെ കണ്ണിനും കാതിനും തൊട്ടറിയാവുന്നതായിട്ടുള്ള സകലതും മിഥ്യയാണ്. എന്നാൽ ഇതിനെ നിയന്ത്രിച്ചതായിട്ടുള്ള, ഇതിനെ കണ്ടെത്തിയതായിട്ടുള്ള ദ്രഷ്ടാവ്, ഇതിനെ കണ്ടെത്തിയതായിട്ടുള്ള ഭഗവാൻ എന്നും സത്യവുമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിത്യനായതുകൊണ്ട് അസ്തിത്വവും അതുപോലെ പൂർണ്ണമാണ്, അജസ്രസുഖനാണ്, അക്ഷരനാണ്, അമൃതമാണ്, അമൃതത്വമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇതുകൊണ്ട് അവിടെ വൃത്തി ഉണ്ടാകുന്നു, അല്ലെ? വൃത്തി, പിന്നെ
പരിണാമം, ക്ഷയം, നാശം, ഉണ്ടാകല്, നിലനിൽക്കല്, ഇങ്ങനെയുള്ള ഷഡ്ഭാവങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ഷഡ്ഭാവരഹിതൻ എന്ന് പറയും. ഉണ്ടാകുക, നിലനിൽക്കുക, വൃദ്ധി, എന്താണ്, വളരുക, പിന്നെയോ അത് ചേഞ്ച് ആകുക, പരിണമിക്കുക, പിന്നെ ക്ഷയിക്കുക, പിന്നെ നശിക്കുക. ഇങ്ങനെയുള്ള ഓരോ വൃത്തികളും എവിടെ ഭഗവാനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടാവുന്നുമില്ല, നശിക്കുന്നുമില്ല. അങ്ങനെ ഉള്ളതായിട്ടുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ഷഡ്ഭാവരഹിതനായിട്ടുള്ള, പിന്നെയും കാരണങ്ങളെ കൊണ്ട് സത്യസ്വരൂപത്വവും അവിടെ പ്രബലപ്പെടുത്തിയെടുക്കുന്നു. അനന്തനും അദ്വിതീയനും ആയതുകൊണ്ട് ഈ ദേശകാല പരിച്ഛിന്നങ്ങൾക്കൊക്കെ വിഹീനനായിക്കൊണ്ട്, അതിൽ നിന്നൊക്കെ ആ പരിധിയിലൊന്നും പെടാതെ, ആരോടും മറ്റൊരാളോട് തുല്യതയായിട്ട് നിർത്താൻ സാധിക്കാത്തതായിട്ടുള്ള സിദ്ധിച്ചതായിട്ടുള്ള നിരഞ്ജനനാണ് ഭഗവാൻ. നിരഞ്ജനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർമ്മലൻ. നിർമ്മലൻ എന്ന് പറഞ്ഞാലോ, നിർമ്മലൻ എന്ന് പറഞ്ഞാൽ മാലിന്യം ഇല്ലാത്തയാള്, അതാണ് നിർമ്മലൻ. നമ്മളുടെയൊക്കെ ഉള്ളിൽ ധാരാളം മാലിന്യങ്ങളാണ്, തെറ്റിദ്ധാരണകള്, നാശങ്ങൾ, അല്ലെ, പിന്നെ കൊനഷ്ട, കുശുമ്പ്, ഇങ്ങനെയൊക്കെ ധാരാളം മാലിന്യങ്ങൾ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നിരഞ്ജനൻ, മാലിന്യമില്ല അവിടെ. മാലിന്യത്തിന് സ്ഥാനമില്ല. എന്തേ മാലിന്യം ഇല്ലെന്ന് പറയാൻ കാരണം? താനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ താനല്ലേ എല്ലാം. ഗുണവും അഗുണവും സത്വവും അസത്യവും ഒക്കെ താൻ തന്നെയാണെങ്കിൽ പിന്നെ എവിടെയാണ് തനിക്ക് വേണ്ടാത്ത ചിന്തകളും ഒക്കെ വരുന്നത്? ഇല്ല. അങ്ങനെയുള്ള ആ ഭഗവാനെ, നിരഞ്ജനായിട്ടുള്ള ഭഗവാനെ, അതിന്റെ ആ ഒരു ലവലേശം പോലും, മാലിന്യത്തിന്റെ ഒരു ലവലേശം പോലും സ്പർശമില്ലാത്തതായിട്ടുള്ള ഭഗവാൻ നിരഞ്ജനൻ, പുരാണ പുരുഷൻ എന്നുള്ള രീതിയിൽ ഇതാ നമുക്ക് കാണുന്ന. പുരാണ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? പുരാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാപി നവ, പുര്യാൽ പൂർവമുതി വർത്തമാന ഇത്യർത്ഥം. പുരാപി നവ, എന്നും പുതുമയുള്ള ആളാണ്, അതാണ് പുരാണ. അപ്പൊ പുരാണ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നും അല്ലെ പുതുമയായിക്കൊണ്ട് നിൽക്കുന്ന പുരുഷൻ ആരാണോ, ഈശ്വരൻ ആരാണോ, അതാണ് യഥാർത്ഥമായിട്ടുള്ള അങ്ങ് എന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഇവിടെ. ഏവം വിധം ത്വം സകലാത്മനാമപി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷതേ ഗുർവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ യേ തേ തരന്തീവ ഭവാനൃതാം ബുദ്ധി. ഏവം, ഇങ്ങനെയുള്ള ഇപ്രകാരം കൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമായിട്ടുള്ള ഒരു അല്ലെ ആത്മസുഖാനുഭൂതം, എല്ലാവരുടെയും അന്തര്യാമിയായിക്കൊണ്ട് സ്വന്തമായിട്ടുള്ള ആത്മാവായിക്കൊണ്ട് അങ്ങ് സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയാകുമ്പം അങ്ങക്ക് എവിടെയാണ് ഒരാളോട് കുറച്ച് പ്രിയം കൂടുതൽ, ഒരാളോട് കുറച്ച് പ്രിയം കുറവ്, അങ്ങനെയുണ്ടോ? ഇല്ല. അപ്പം അങ്ങേ ശരിക്ക് ഗുർവർക്കോപനിഷൽ സുചക്ഷുഷ, ഗുർവർക്കം വെച്ചാല് ഗുരുനാഥൻ അല്ലെ. അപ്പം ഗുരുനാഥനാകുന്ന അർക്കൻ, ആദിത്യൻ, ആ ആദിത്യനിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള രശ്മികള് അല്ലെങ്കിൽ ജ്ഞാനചക്ഷുസുകള്, യഥാർത്ഥത്തിൽ ആദിത്യനല്ലേ നമുക്ക് ജ്ഞാനചക്ഷുസ് തരുന്നത്. എന്തേ ജ്ഞാനചക്ഷുസ് എന്ന് പറഞ്ഞാല്? അകക്കണ്ണ് അല്ലെ. അകക്കണ്ണെന്ന് പറഞ്ഞാലോ നമുക്ക് ഗോചരമാക്കി തരുന്ന ആരാണ്? ഇരുട്ടത്തുള്ള ഒരു സാധനത്തെ കാണിച്ചു തരുന്ന ആരാണ്? ആദിത്യനാണ്. അതുകൊണ്ടാണ് ഗുർവർക്കലബ്ധോപനിഷൽ സുചക്ഷുഷ, നല്ല ചക്ഷുഷ, സുചക്ഷുഷ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ ആദിത്യനിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള സുചക്ഷുഷ, ജ്ഞാനചക്ഷുഷ, നമ്മളുടെ ഉള്ളിലുള്ള അകക്കണ്ണ്, അതാണ് സുചക്ഷുഷ എന്ന് പറഞ്ഞാല്. അപ്പം ആ ചക്ഷുസ് കൊണ്ട് ആത്മസ്വരൂപത്തിൽ ആരെല്ലാമാണോ ദർശിക്കുന്നത്, കാണുന്നത്, അവര് സംസാരം എന്നതായിട്ടുള്ള ഈ അസത്യം, ഈ മിഥ്യയായിട്ടുള്ള അസത്യമായിട്ടുള്ള ഈ സമുദ്രത്തെ ഒരിക്കലും അവര് അതിനകത്ത് പെട്ടുപോകുന്നില്ല. അതിനെ അല്ലെ കരകടക്കുവാൻ വേണ്ടിട്ട് കടക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒരു ഗുരുനാഥന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആചാര്യനിൽ നിന്നും ഒക്കെ ലഭിച്ചതായിട്ടുള്ള ജ്ഞാനചക്ഷുസ് കൊണ്ട് ആരാണോ, ജ്ഞാനചക്ഷുസ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ജ്ഞാനചക്ഷുസ് എന്ന് പറഞ്ഞാല്? വെറുതെ കേട്ടാ പോരാന്നർത്ഥം, പിന്നെയോ ശുദ്ധഭാവത്തോടു കൂടി കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
പലപ്പോഴും നമുക്ക് ഭാഗവതം കാണിച്ചു തരും, സത്സംഗത്തിൽ പൊക്കോളൂ കേട്ടോ, നിങ്ങളുടെ ദുഃഖമൊക്കെ തീരും. അങ്ങനെ നേരെ പോയി സപ്താഹ വേദികളിൽ പോയിരുന്നു, ഉറക്കം തൂങ്ങിയിരിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ദുഃഖം തീരുമോ? ഒന്നും കൂടെ ദുഃഖം കൂടുകയുള്ളൂ അല്ലെ? താമസ പ്രധാനമായിട്ടുള്ള, തമോ ഗുണപ്രധാനമായിട്ടുള്ള ഉറങ്ങുകയാണ് അവിടെ പോയിരുന്നതെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ എപ്പോഴാ മാറ്റം ഉണ്ടാകുന്നത്? അവിടെ ചെല്ലുന്നതിന് സജ്ജനമായിട്ട് അവിടെ ചെല്ലണം. എല്ലാം മാറ്റി ശ്രദ്ധയോടുകൂടി, ആ ബഹുമാനത്തോടുകൂടി, ഭവ്യതയോടുകൂടി എല്ലാം സറണ്ടർ ചെയ്തുകൊണ്ട്, എല്ലാം സമർപ്പിച്ചുകൊണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഇനി 10000 വായന കേട്ടാലും ഒരു മാറ്റങ്ങളോടെ ഉണ്ടാകുന്നില്ല. എത്ര വായനയായി കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ? എന്നിട്ട് പറയും ഒരു ദുഃഖത്തിന് ഒരു കുറവില്ല എന്ന് പറയാറുണ്ട്. ഇന്നാളൊരു അമ്മ എന്നോട് പറഞ്ഞു, തിരുമേനി, നമ്മൾ ഈ ഭഗവാനെയൊക്കെ വിചാരിക്കുന്നവർക്കാണ് കേട്ടോ കൂടുതൽ ദുഃഖം തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കുന്തിസ്തുതി ഒന്ന് വായിച്ചോളാം. കുന്തിസ്തുതി വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവും ദുഃഖം നല്ലതാണോ ചീത്തയാണോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക, അത് തന്നെ വലിയ അഹങ്കാരം. ഈ അഹങ്കാരം ഉള്ളിടത്ത് ഭഗവാൻ ഓടും അവിടുന്ന്. അപ്പം ഇതൊന്നും നമ്മൾ നിയന്ത്രിക്കുന്ന അല്ലാന്ന് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കൂ. സൽക്കർമ്മങ്ങൾ പോലും ചെയ്യുന്നത് ഇതൊക്കെ ഗുരുവായൂരപ്പന്റെ കാരുണ്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് അഹങ്കാരം വന്നു കയറും. അഹങ്കാരം വന്നാലോ പിന്നെ ഭഗവാൻ കൂടെ നിൽക്കുമോ? അങ്ങനെ വരുന്ന അഹങ്കാരങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ദുഃഖമായിട്ട് അനുഭവിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തായി? ഇല്ലെങ്കിൽ സുഖമായിട്ട് അനുഭവിക്കുന്നത്. ഞാൻ ഇങ്ങനെ ദുഃഖിക്കുന്നതാണ് ഗുരുവായൂരപ്പനെ കൂടുതൽ ഇഷ്ടം ആയിക്കോട്ടെന്ന്, എനിക്ക് ഒരു വിരോധമില്ല. ഗുരുവായൂരപ്പ സന്തോഷിച്ച് കണ്ടാൽ മതി എന്ന് നമുക്ക് എപ്പോ പറയാൻ സാധിക്കും? നമ്മളുടെ മനസ്സിന്റെ ഭാവത്തിന്റെ ശുദ്ധത വരുമ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ഈ ചിന്തയിലേക്ക് എത്തിക്കാൻ വന്നത്, ഈ ചിന്തയിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമുക്ക് സപ്താഹങ്ങള് അല്ലെ ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ട് അങ്ങനെ പോവുക. എന്നിട്ടോ ഒരു കാര്യമില്ല എന്നാ പറയുന്നത്. അപ്പം ആചാര്യന്മാരിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള അറിവിനെ നമ്മളുടെ ഉള്ളിലുള്ള സുചക്ഷുഷ ആയിരുന്നതാണ് ഗുരുവർക്കലബ്ധോപനിഷൽ സുചക്ഷുഷ. ദൃഗീശ്വരനായിട്ടുള്ള, കാണപ്പെട്ട ദൈവമായിട്ടുള്ള ആ ആദിത്യ ഭഗവാൻ നമുക്ക് നിത്യവും തരുന്നതായിട്ടുള്ള ആ രശ്മികളിലൂടെ, ആ പ്രകാശത്തിലൂടെ, ജ്യോതിയിലൂടെ നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കണം? ഈശ്വരന്റെ പ്രസാദമായിക്കൊണ്ട് സ്വീകരിച്ച് നമ്മളുടെ ഉള്ളിലുള്ള നല്ല ഭാവത്തോടുകൂടി നമുക്ക് കാണിക്കാൻ നമുക്ക് സാധിക്കണം. അവര് കാണിക്കുന്നത് എപ്പോഴും സുചക്ഷുഷതാണ്. ചക്ഷുഷത്തിലേക്ക് വേണ്ടാണ് അവര് കാണിക്കുന്നത്. നമ്മൾ പൊട്ടബുദ്ധിയിലൂടെ അത് കണ്ടാലോ എത്ര ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളാണോ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പം ആ ആത്മാവിനെ, അതായത് ആരാണോ അങ്ങേ ആ സർവജീവജാലങ്ങളുടെയും അന്തര്യാമിയായിട്ട്, ആത്മാവായിട്ട് അറിയുന്നത്, അങ്ങനെയുള്ള സജ്ജനങ്ങൾ യഥാർത്ഥത്തില് ഇല്ലാത്തതായിട്ടുള്ള സംസാര സമുദ്രത്തെയൊക്കെ നിസ്സാരമായിട്ട് തരണം ചെയ്യുന്നു. അപ്പൊ തിരുമേനി, ഈ സംസാരം അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാകുന്നതല്ലേ? അല്ല, ഇല്ലാത്ത സംസാരം എന്നുള്ളത് ഇല്ല. സത്യത്തില് ഇതൊക്കെ മായയല്ലേ ഗുരുവായൂരപ്പ? ഇതൊക്കെ മിഥ്യയല്ലേ ഗുരുവായൂരപ്പ? എന്നിട്ട് പറയുകയും ചെയ്യും രാവിലെ എഴുന്നേറ്റ്, സംസാര സാഗരേ മഗ്നം. എന്ത് സംസാരം? ഇവിടെ ഒരു സംസാരം ഇല്ല ശരിക്കും. അങ്ങ് കാണിക്കുന്നതായിട്ടുള്ള ഒരു മായികമായിട്ടുള്ള മിഥ്യയിൽ നമ്മൾ ഭ്രമിക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കാവോ? ആലോചിച്ചു നോക്കൂ. ഈ സംസാരം എന്നുള്ളത് മിഥ്യയാണ്, മായികമാണ്. ആ മായികമായിട്ടുള്ള സംസാരത്തെ ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ളവര് അവര് നിസ്സാരമായിട്ട് അതിനെ കരകടക്കുവാൻ സാധിക്കുന്നില്ലേ? ഗുർവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ ഏതേ തരന്തിവ ഭവാനൃതാംബുഭി. അല്ലെ? ഭവാനൃതാംബുഭി. അനൃതം എന്ന് പറയുന്നത് സത്യം, അസത്യം. അനൃതമായിട്ടുള്ള ഭവത്തെ സുഖമായിട്ട് അവര് കാണുന്ന പോലില്ല. ഭക്തന്മാര് കാണുന്നില്ല. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ചരാചരങ്ങളിൽ മുഴുവൻ ഈ ഈശ്വരഭാവം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സംസാരം അനുഭവപ്പെടുന്നില്ല. അവര് പിന്നെ എങ്ങനെ സംസാരം ഉണ്ടാവുക, ദുഃഖം ഉണ്ടാവുക? അതാണ് അവിടെ ആ ഒരു ശ്ലോകത്തിലെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു ശ്ലോകം.
ഗുർവക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ ഏതേ തരന്തീവ ഭവാനൃതംബുഭി. അപ്പം സംസാരം എന്ന ബോധം തന്നെ മിഥ്യയാണെന്നുള്ള ആ ഒരു ജ്ഞാനം എത്ര വലിയ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സ്വാമി വിവേകാനന്ദൻ, രമണ മഹർഷി തുടങ്ങിയതായിട്ടുള്ള നിരകളായിട്ടുള്ള ധാരാളം ഋഷീശ്വരന്മാർ എന്ന് പറയുകയാണ് ഇവിടെ. അങ്ങനെ ആചാര്യനിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. ഒരിക്കലെങ്കിലും നമുക്കത് മറിച്ച് ഇത് മിഥ്യയാകുന്ന സംസാരമല്ലേ, ഞാൻ എന്തിനാ ഇതിനു വേണ്ടിയിട്ട്, എനിക്ക് എവിടെയാ ദുഃഖം? അപ്പൊ നമ്മളുടെ ദുഃഖം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. ഭാഗവതം വായിച്ചത് കൊണ്ടോ സപ്താഹം കേട്ടത് കൊണ്ടോ കാര്യമില്ല. പിന്നെന്താണ്? എന്താണ് അതിൽ നിന്ന് നമുക്ക് തരുന്നത് എന്നാണോ? ഒരു സപ്താഹം മതി. ഒരധ്യായം പാരായണം ചെയ്യുന്നത് കേട്ട്, അല്ലെങ്കിൽ അതിൽ വ്യക്തമായിട്ടുള്ള ഒരു അതിന്റെ താത്വികമായിട്ടുള്ള വശത്തെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവസ്യ തത്വജിജ്ഞാസ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ യഥാർത്ഥത്തിൽ പറഞ്ഞു തരുന്നതായിട്ടുള്ള, അതായത് ഒരു ആചാര്യനിൽ നിന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആചാര്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്സംഗം, സജ്ജനങ്ങള്, ഭക്തന്മാര്. ആചാര്യവാൻ പുരുഷോ വേദ എന്ന് പറയാറില്ലേ? അജ്ഞാനത്തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പം ആ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഒക്കെ ഇല്ലാണ്ടാക്കി തരുന്നതായിട്ടുള്ള ആ തിമിരത്തെയൊക്കെ അല്ലെ ഓപ്പറേറ്റ് ചെയ്ത് തരുന്നതായിട്ടുള്ള ഗുരുനാഥന്മാര്. ഇങ്ങനെ നിരവധി പ്രമാണങ്ങള് ഗുരുപദേശത്തോടു കൂടി നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ആ അനിവാര്യതയൊക്കെ ഉദ്ഘോഷിപ്പിക്കുന്നു ഇവിടെ. അപ്പൊ ഗുരുപദേശത്തിലൂടെ മാത്രമേ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം ലഭിക്കൂ എന്നതുകൊണ്ടാണ് ഏത് ശാസ്ത്ര പഠനത്തിനും നമുക്കൊരു ഗുരുനാഥൻ ആവശ്യമാണ്. ഗുരുനാഥൻ പറയുന്നത് സത്യമാകാം, അസത്യമാകാം, ഗുണമാകാം, അഗുണമാകാം. അത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ടെങ്കിൽ അവിടെ നമുക്ക് അവിടെ ഗുരുനാഥനല്ല അവിടെ പ്രശ്നം. ഗുരുനാഥൻ എത്ര കണ്ട് ജ്ഞാന ചക്ഷുഷത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നാലും നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലേ? പണ്ട് ഒരു കഥയില്ലേ, ഗുരുവായൂരപ്പനെ അല്ലെ കാട്ടുപോത്തായിട്ട് കാണിച്ചു കൊടുത്തതായിട്ടുള്ള രാജാവും ദാസനും. രാജാവ് നോക്കിയപ്പോ, നീ എന്ത് വിട്ടിയാടാ, നിനക്ക് പരബ്രഹ്മത്തെ കുറിച്ച് വല്ലതും അറിയാവോ കാട്ടുപോത്തെ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു, അല്ല ഗുരുവായൂരപ്പൻ എങ്ങനെയായിരിക്കുന്നത്? അതൊരു കാട്ടുപോത്ത പോലെ ഇരിക്കും എന്ന് ഷൗട്ട് ചെയ്ത ദാസനോട്. നിനക്ക് ഇതിനൊന്നും അർഹനല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ ശിവേലിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പം പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് നടന്ന സംഭവമായത്. അപ്പത്തേക്ക് ഈ ദാസനായിട്ടുള്ളവരും എല്ലാവരും നോക്കിയിട്ടൊന്നും എന്താ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല. ഏറ്റവും പുറകിൽ പറഞ്ഞു, അതെ ആ കൊമ്പ് ഒന്ന് ചെരിച്ചോളൂ കേട്ടോ. കൊമ്പ് തടഞ്ഞു നിൽക്കുകയാണേ കാട്ടുപോത്തിന്റെ. അതാണ് മഹത്വം, അതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തി എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ എത്രയൊക്കെ ഭാഗവതം വായിച്ചാലും ശാസ്ത്രങ്ങളിലേക്കൊക്കെ പോയാലും അവിടെ നമുക്ക് പറഞ്ഞു തരുന്ന ഗുരുനാഥൻ എന്ത് പറഞ്ഞു തന്നോട്ടെ, അതിനെ നമ്മൾ വിശ്വാസത്തോടു കൂടി അതിനെ സ്വീകരിക്കും. അല്ല ഇനി അതാണോ ഒരു സംശയം, ഞാൻ വേറെ ദിവസം നോക്കട്ടെ. അങ്ങനെ നോക്കി പോയി കഴിഞ്ഞാല് ഇവിടെ പുസ്തകങ്ങളിലൊന്നും അല്ലാന്ന്. ഇവിടെ പുസ്തകങ്ങളിലല്ല അറിവിരിക്കുന്നത്. പിന്നെ എവിടെയാണ്? തൻ്റെ ഉള്ളിലിരിക്കുന്നത്. തൻ്റെ ഉള്ളിലല്ല ഈ ബോധസ്വരൂപനായിട്ടുള്ള ജ്ഞാന സ്വരൂപൻ ഇരിക്കുന്നത്. ആ ജ്ഞാനസ്വരൂപനെ കാണിച്ചു തരാനാണ് ഗുരുനാഥന് കഴിയുള്ളൂ. അല്ല ശാസ്ത്രം മുഴുവൻ പഠിപ്പിക്കാൻ ഗുരുനാഥന് നമ്മളെ പോലെയുള്ള ഈ എന്താണ് ശരീരം, കണ്ണും മൂക്കും ചെവിയൊക്കെ ഉള്ള ആള് തന്നെയല്ലേ. അവിടുത്തെ ഒരു വഴിയിലൂടെ ഞാൻ പറഞ്ഞ നമ്മൾക്ക് ഇതൊക്കെ കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥ അറിവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. അതിനൊരു ഗുരുനാഥൻ നമുക്ക് ഉണ്ടാവണം. ആ ഗുരുനാഥനില് നമ്മൾ എത്ര കണ്ട് വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എങ്കിൽ നമുക്കും കാട്ടുപോത്തായിട്ടും ഭഗവാൻ അവിടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അവിടെ ഗുരുനാഥന്റെ വാക്കുകളോ അല്ല, പിന്നെന്താണ്? തൻ്റെ ഉള്ളിലുള്ള മനസ്സിന്റെ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലൂടെയുള്ള ആ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അത് കാണിച്ചു തരുവാനായിട്ട്. ഞാൻ ചില സമയത്ത് ഭാഗവത സപ്താഹത്തിനൊക്കെ പോകുമ്പം അവിടെ ചിലര് പറയും, ഓ തിരുമേനി പ്രഭാഷണം ഗംഭീരമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എന്തേ ഗംഭീരാകാൻ കാരണം? നിങ്ങളുടെ ഭാവവും നിങ്ങളുടെ ശുദ്ധതയും ആണ് നിങ്ങളെ അത് ഇതായി. ഇതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് വെച്ച് ഇത് പറയുകയാണെങ്കിൽ നേരെ ചിലപ്പോൾ വിപരീതമായിട്ടും ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ഇത് തൽക്കാലം ഈ കേട്ടതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല.
ഇതാണ് അതിന്റെ സത്യം. ഇതാണ് സത്യം. നമുക്ക് നമ്മളുടെ മനസ്സിനെ ഇഷ്ടപ്പെട്ട എന്തേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാത്ത എന്ത് അത് ചിന്തിച്ചിട്ടുണ്ടോ? ഗംഭീരമായി എന്ന് പറയുന്നുണ്ട് ചിലർ. എന്ത് ഗംഭീരം, അതൊന്ന് കേട്ടോണ്ടിരിക്കാൻ പോലും നമുക്ക് ഞാൻ കുറച്ച് ഞാൻ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേ രണ്ട് ഭാവം വന്നത്? ഈ രണ്ട് ഭാവം വരാൻ കാരണം അപ്പൊ നമുക്ക് നമ്മളുടെ കാതിന് ഇമ്പമാക്കുന്നതും നമ്മളുടെ കാഴ്ചക്ക് കണ്ണിന് ഇമ്പമാക്കുന്നതും ഒക്കെ നമ്മളുടെ മനസ്സിന്റെ ഭാവത്തിനോട് ചേർന്ന് വരുമ്പോഴാണ്. അത്രേ ഉള്ളൂ സത്യം. പൊട്ടന്മാർ ഇത് വിശ്വസിക്കും. അയാൾ ഗംഭീര എന്ന് പറഞ്ഞോട്ടോ എന്റെ പ്രഭാഷണം. എന്നാ ഇനി അതുപോലെ ആവാം അടുത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ നേരെ വിപരീതമായിരിക്കും അവിടുത്തെ. ഇത് അതൊന്നും അല്ല സത്യത്തില്. അപ്പം ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ സത്യത്തെ മനസ്സിലാക്കുന്നത് അതിനെ സ്വീകരിക്കുന്നതിന്റെ അവസ്ഥയാണെന്ന് അർത്ഥം. ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തോടുകൂടി ഇനി ഏത് കൊച്ചുകുട്ടി പറഞ്ഞാലും, ഏത് കൊച്ചുകുട്ടിയല്ല, ഇനി നിരീശ്വരവാദി പറഞ്ഞാൽ പോലും ഈശ്വരനായിട്ട് കാണാൻ സാധിക്കും. അതല്ലേ ചിന്മയാനന്ദ സ്വാമിക്ക് ഇത്രയും മഹത്വം ഉണ്ടായത്. നിരീശ്വരവാദി എന്ന് പറയാ ഈശ്വരൻ ഇല്ലടോ, ഈശ്വരനില്ല. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചോടെ. അപ്പം നമ്മളുടെ കാഴ്ചപ്പാടാണ് അതിനെ വലുതാക്കുന്ന അർത്ഥം. അങ്ങനെയാണ് ഗുരുനാഥന്മാരും. ഗുരുനാഥന്മാർ ആരായിക്കോട്ടെ, അദ്ദേഹത്തിന് ഒന്നും വേണ്ട. ഗുരുനാഥന്മാരെന്നും പറയാറുണ്ട്. ഒരിക്കലും ചന്ദ്രമേനോൻ ഗോവിന്ദനൊക്കെ എപ്പോഴും പറയുന്ന പോലെ ശിഷ്യന്മാരൊക്കെ എഞ്ചിനീയറും അതുപോലെ എന്താണ് ഈ വലിയ 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 ഉയരങ്ങളിലേക്ക് പോകും. ഞാൻ ഇപ്പോഴും 8ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് അവസ്ഥ. അപ്പം 8ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിന്റെ മുഖത്ത് നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആ വാക്കുകളെ ഇവൻ അന്ന് വിശ്വസിച്ച് കേട്ടതിന്റെ കൊണ്ടാണ് ഈ എഞ്ചിനീയറും അല്ലെങ്കിൽ ലോകത്തിന്റെ ഒന്നാമനായിക്കൊണ്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ ആരാണ് അവിടെ ഒന്നാമനായത്? അവിടെ ആരാ ഒന്നാമനായത്? ഈ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതായിട്ടുള്ള ആ വാക്കുകളെ വിശ്വസിച്ചു അവിടെ, അല്ലേ? വിശ്വസിക്കാൻ പാകത്തിന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാണപ്പം ഈ ഗു ശബ്ദസ്ത്വത അന്ധകാര സ്യാൽ തത് ശബ്ദ തത് നിരോധക. ഗു ശബ്ദത്തിന് അന്ധകാരം എന്നുള്ള ഒരു അർത്ഥവും മറ്റേത് നിരോധം എന്നുള്ള അർത്ഥമാണ് രു എന്നുള്ളതിന് അർത്ഥത്തിന്. അപ്പം അന്ധകാര നിരോധിത്വാൻ ഗുരുത്യഭിധീയത്തെ ഉപനിഷത്ത് വാക്കാണത്. ഗുരു എന്ന് പറയുന്നത് ഗു ശബ്ദത്തിന് അന്ധകാരമാണെങ്കിൽ രു എന്നുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ അത് നിരോധകം. ഈ അന്ധകാരത്തെ നിരോധിക്കുന്നതായിട്ടുള്ള ഗുരുനാഥന്റെ വാക്കുകളെ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ സംസാരം എന്നുള്ളത്, ദുഃഖം എന്നുള്ളതൊക്കെ വെറും അസത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ, ഞാനിതാ നമസ്കരിക്കുന്നു. ഒരു ശ്ലോകം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ആത്മാനമേവ ആത്മതയാ വിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ചതൽ പ്രലീയത്തെ രിജ്വാമഹേ ഭോഗഭവാഭവൗ യഥാ. ആത്മാവിനെ ആത്മാനമേവ ആത്മതയാ വിജാനതാം, ആത്മാവിനെ ആത്മാവായിട്ട് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ അറിഞ്ഞവരെയാണ് പറഞ്ഞത്. അറിഞ്ഞവർക്ക് എന്താണ്? സംസാരമൊന്നുമില്ല, അസത്യമാണ്. ഇനി അത് അറിയാത്തവര് ആത്മാനമേവാത്മതയാത്മ വിജാനത, അറിയാത്തവര് തന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആ ഭഗവാൻ തന്നെ ഈശ്വരനായിട്ടുള്ളതാണ്, അമൃതമയനായിട്ടുള്ള നിത്യാനന്ദനാണ്, സച്ചിദാനന്ദ സ്വരൂപ ആണ്, തന്റെ ഉള്ളിൽ തന്നെ കൊണ്ട് പലതും ചെയ്യിക്കുന്നതായിട്ടുള്ള ബോധസ്വരൂപൻ എന്ന് ലവലേശം പോലും അറിയാത്തയാള്. തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം. അങ്ങനെ ആ ജ്ഞാനം കാരണമായിക്കൊണ്ട് ഈ പ്രപഞ്ചം സത്യമായിട്ട് തോന്നുന്നു. ഏത് പ്രപഞ്ചം? താൻ കാണുന്നത്, തന്റെ ബുദ്ധി കൊണ്ട് താൻ കാണുന്നതായിട്ടുള്ള ഈ പ്രകൃതിയും ഭൗതികമായിട്ടുള്ള വസ്തുക്കളൊക്കെ സത്യമായിട്ട് ഈ അജ്ഞാനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ജ്ഞാനേന ഭൂയോപിച തൽപ്രലീയതേ രജ്വാമഹേ ഭോഗഭവാഭവൗ യഥാ. ആ ഗുരുനാഥന്മാരുടെയൊക്കെ ആചാര്യന്മാരുടെയൊക്കെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ലഭിച്ചതായിട്ടുള്ള ആ ആധ്യാത്മിക ജ്ഞാനം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സത്യത്വ പ്രതീതി, അല്ലെ, സത്യമാകുന്ന ആ പ്രതീതിയൊക്കെ അവിടുന്ന് ഇല്ലാണ്ടാവുന്നു. ഒരു കയർ കഷ്ണം, അല്ലെ, അതാണ് അവിടെ, അത് ഈ വേദാന്തത്തിലുള്ള എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. രജ്വാമഹേർ ഭോഗഭവാഭവവും, അല്ലെ, അവിടെ ഈ കയർ കഷ്ണം പാമ്പായിട്ട് തോന്നുന്ന ഒരു രീതി. രജ്വാം എന്ന് പറഞ്ഞാല് കയറാണ്. കയർ കഷ്ണത്തില് അഹം അഹേ എന്ന് പറഞ്ഞാല് പാമ്പ്, അല്ലെ, അഹേ.
ഇപ്പം രജ്വാമഹേർ ഭോഗഭവ ആഭവവും യഥാ. സർപ്പത്തിന്റെ ആ ഭോഗഭവാഭവവും, ആ ഉടല് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര കണ്ട് ഒരു കയറിനെ നമ്മൾ പേടിക്കുന്നുണ്ടോ? രജ്വാമഹേർ രജ്വാം അഹേ ഭോഗഭവ അഭവവും യഥാ. അപ്പൊ ഒരു കയർ കഷ്ണം മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ പാമ്പാണെന്ന് തോന്നാം. പ്രകാശം വന്നു കഴിയുമ്പോഴേക്കും അയ്യോ, ഇത് ഇന്നലെ ഞാൻ ഇതാ തുണി തോരയിടാൻ വേണ്ടി എടുത്ത കയറായിരുന്നു കേട്ടോ, അതവിടെ ഞാൻ അറിയാതെ കൊണ്ടിട്ടതാ, ഞാൻ വിട്ടുപോയി. അങ്ങനെ ചെന്ന് ഇത്ര നേരം കഷ്ടം, ആ കയറിനെ പേടിച്ച് ഞാൻ എത്ര കണ്ട് BP കൂട്ടിയായിപ്പം, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ സർപ്പബുദ്ധി അവസാനിക്കും എങ്ങനെ? ഒരു നല്ലൊരു ഗുരുപദേശം ഉണ്ടെങ്കിൽ, നല്ലൊരു ആചാര്യന്റെ വാക്കുകളെ വിശ്വാസപൂർവം നമ്മൾ അതിനെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, ഏത് ഗുരുവായൂരപ്പനെയും ചതുർബാഹു അല്ലാതെ കാട്ടുപോത്തായിട്ടും കാണാം. കാട്ടുപോത്തും ഗുരുവായൂരപ്പനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ അവിടെ? എത്ര വലിയൊരു മഹത്വമാണ് അവിടെ കാണിച്ചത്. അപ്പം പ്രപഞ്ചത്തിന്റെ ഈ ഒരു സത്യബോധം, അജ്ഞാനജന്യവും മിഥ്യാബോധവും ഒക്കെ നമുക്ക് ജ്ഞാന ലഭ്യമായിട്ട് കിട്ടുന്നത് ഗുരുനാഥനിലൂടെ മാത്രമാണ്. രജ്ജു സർപ്പതത്വത്തിൽ നിന്നും ഒക്കെ ദൃഷ്ടാന്തപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള ഉപനിഷത്തിൽ പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പം അദ്വൈതികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു ഈ തത്വത്തിന് അവലംബം യഥാർത്ഥത്തില് എന്താണ്? മണ്ഡൂകോപനിഷത്തില്, ചാന്തക്യോപനിഷത്ത്, തൈത്തിരീയോപനിഷത്തിലെ എല്ലായിടങ്ങളിലും ഈ ഒരു ഉദാഹരണം എടുത്തു കാണിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ എന്താണ് ശരിക്കും? നമ്മളുടെ ഉള്ളിലുള്ള ആ വികല്പങ്ങളാണ് ശരിക്കും, അല്ലെ? ആ മായയാകുന്ന, മായയുടെ ആവരണവും വിക്ഷേപവും എന്ന് പറയാറില്ലേ? നമ്മൾ പലതും ധരിക്കുകയെന്ന് ഓരോന്നും, നമ്മളുടെ കാഴ്ചപ്പാടും നമ്മളുടെ തെറ്റിദ്ധാരണകളും ഒക്കെ ആണ് എങ്കിൽ അതിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷപ്പെടുന്നത് എവിടെയാണ്? ഗുരുനാഥനിൽ നിന്നാണ്. ഈ ഗുരുനാഥൻ ആരാ? ഗുരുനാഥനാരാ? ഈശ്വരൻ. നമുക്ക് ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ മുമ്പില്, അല്ലെ, ആ എന്താണ്, കാവ്യ ധരിച്ചോ അല്ലെങ്കിൽ സന്യാസിമാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ പലരെയും കണ്ടുവച്ചിട്ടുണ്ട്. അവർ ഗുരുനാഥനല്ല എന്നുള്ളതല്ല, ഭഗവാൻ ആ ഗുരുത്വം അവരിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു, അതേ വിചാരിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുന്നത്? ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുക? അവരുടെ കുബുദ്ധിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതും വിശ്വസിക്കും. അയ്യോ, അതെ, അവിടെ പോകണ്ട കേട്ടോ, അവിടെ പോയി കഴിഞ്ഞാൽ നേരെ സത്സംഗത്തിലേക്ക് പോകണ്ട എന്ന് പറയുന്ന ഗുരുനാഥന്മാര് ധാരാളം കേൾക്കുന്നുണ്ട്. അടുത്ത ഗ്രൂപ്പിലേക്ക് പോകരുത് കേട്ടോ, അവിടെ നാരായണീയം ഉണ്ട്, ഇവിടുത്തെ നാരായണത്തിൽ കേട്ടാ പോരെ, അങ്ങനെ വാശി പിടിക്കുന്ന ഗുരുനാഥന്മാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥമായിട്ടുള്ള ആധ്യാത്മിക വിഷയത്തിൽ പോലും നിർമ്മത്സരാണാം സതാ, ഇതൊക്കെയാണ് വേദവ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ അത് വേണ്ട പോലെ നമ്മളിൽ തോന്നിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഭാവശുദ്ധിയോടുകൂടി നമ്മൾ അതിനെ സ്വീകരിക്കണം. സത്സംഗത്തിൽ പോയത് കൊണ്ടോ ശാസ്ത്രം പഠിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിയ ഈ ഭാഗവതാണെങ്കിൽ ഓരോ ശ്ലോകത്തിന്റെ പുറകെ പറയും, നിങ്ങൾ സത്സംഗത്തിൽ പോകൂ, സത്സംഗത്തിൽ പോകൂ, സജ്ജനങ്ങളെ കാണൂ. സജ്ജനങ്ങളെ കണ്ടോണ്ട് കാര്യമുണ്ടോ? ഇല്ല. സജ്ജനങ്ങളെ കണ്ടാൽ നമ്മൾ സജ്ജനമാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ പാത്രം വൃത്തിയായിരിക്കും, അല്ലേ? പാത്രത്തിന് മുഴുവൻ സാധനമൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ അതിനകത്ത് ഇടാൻ പറ്റൂല. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റി കൊണ്ടത് കേൾക്കാൻ സാധിച്ചാൽ നമുക്കത് നിറച്ചു കൊണ്ടുപോരാം എന്നുള്ളൊരു ആ ഒരു ഭാവം വരെ നമുക്ക് ഇന്ന് അനുസ്മരിക്കാം. അപ്പൊ 25-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ ഇതാ ഇന്നത്തെ സമർപ്പിക്കുന്നു. ഇനി ആ പാരായണത്തിലേക്ക് നമുക്ക് ഇന്നത്തെ 14-ാമത്തെ അധ്യായത്തിന്റെ പാരായണം